ഹായ് എവരിവൺ, വെൽക്കം ടു യുവർ ചാനൽ. അപ്പോൾ ഞാൻ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. തമിഴിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഇന്നെൻ്റെ ഡ്രസ്സ് കളക്ഷൻസിൻ്റെ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. കഴിഞ്ഞ പ്രാവശ്യം മാമിയുടെ ഡ്രസ്സ് കളക്ഷൻസിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ കുർത്തി കളക്ഷൻസിൻ്റെയും ലിങ്കൊക്കെ ചോദിച്ചിട്ട് കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. കമൻറ്റ് ബോക്സിലാണെങ്കിലും അതുപോലെ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പേഴ്സണലി ഞാൻ മെസ്സേജ് അയച്ചവർക്കൊക്കെ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഡ്രസ്സസ് മെയിൻലി ഞാൻ ഓർഡർ ചെയ്യുന്നത് ഓൺലൈനിൽ നിന്നാണ്. അതിന് ഒരുപാട് ഇപ്പോൾ ഓൺലൈൻ ആപ്സ് ഉണ്ട്. മിന്ത്ര, ആമസോൺ, ഫ്ലിപ്കാർട്ട്, ഇതിൽ നിന്നൊക്കെയാണ് ഞാൻ മിക്കപ്പോഴും മേടിക്കാറുള്ളത്. പിന്നെ സ്റ്റോർസ്, ഏതെങ്കിലും ഔട്ട്ലെറ്റ്സിൽ കാണുന്ന ഏതെങ്കിലും സ്റ്റോഴ്സിലൊക്കെ ഉണ്ട്. ഇപ്പോൾ മാക്സോ, ലൈഫ് സ്റ്റോറോ അങ്ങനെയൊക്കെ പോകുമ്പോഴത്തേക്ക് എന്തെങ്കിലും സ്റ്റുഡിയോയോ അങ്ങനെ എവിടെയെങ്കിലും കാണുന്ന എനിക്ക് ഇഷ്ടപ്പെടുന്ന ഡ്രസ്സസ് മാത്രമേ ഞാൻ മേടിക്കാറുള്ളൂ. എനിക്ക് കംഫർട്ടബിളായിട്ട് തോന്നുന്ന ഡ്രസ്സസ് മാത്രമാണ് ഞാൻ മേടിക്കാറുള്ളത്. ഡ്രസ്സ് സെലക്ട് ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ കംഫർട്ടബിലിറ്റിയാണ് നോക്കാറുള്ളത്. അതുപോലെ തന്നെ പ്യുവർ കോട്ടൺ മാത്രമേ ഞാൻ എപ്പോഴും സെലക്ട് ചെയ്യുന്ന, മിക്കപ്പോഴും പ്യുവർ കോട്ടൺ ഡ്രസ്സസ് തന്നെയായിരിക്കും. ഇപ്പോൾ നമ്മൾ ഓൺലൈനിൽ നിന്ന് മേടിക്കുമ്പോൾ പോലും നമ്മൾ അതിൻ്റെ ഫാബ്രിക്കും കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കിയിട്ടാണ് മേടിക്കാറുള്ളത്. കോമൻറ്റ് സെക്ഷനിൽ വന്ന മെസ്സേജസും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ വന്ന മെസ്സേജസും ഒക്കെ എടുത്തിട്ടാണ് ഞാനിപ്പോൾ കുറച്ചൊരു 5 to 6 ഡ്രസ്സസാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. മെയിൻലി കൂടുതൽ എൻക്വയറീസ് വന്ന ഡ്രസ്സസാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ഡ്രസ്സ് തന്നെയാണ്. ഇത് 100% കോട്ടൺ ആയിട്ടുള്ള ഡ്രസ്സാണ്. ഇത് ഞാൻ മേടിച്ചത് ഓൺലൈൻ ആപ്പായ മിന്ത്രയിൽ നിന്നാണ്. ഈ ഡ്രസ്സ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു വൈറ്റ് കളർ ഡ്രസ്സാണ്, പ്യുവർ വൈറ്റ് ആണ്. പിന്നെ കൂടെ തന്നെ ഒരു ബ്ലൂ കോമ്പിനേഷനിലെ ഒരു പ്രിൻ്റ് കൂടെ ഉണ്ട്. നല്ല പാറ്റേൺ ആണ് കേട്ടോ. നെക്ക് പോർഷനിലും അതുപോലെ ഒരു ഫ്ലോറൽ പ്രിൻ്റ് ഉണ്ട്. ഇത് ഒരുപാട് എൻക്വയറീസ് വന്ന ഡ്രസ്സാണ്. ഇതൊരു വൈറ്റ് ഡ്രസ്സ് വിത്ത് ഒരു ബ്ലൂ ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ നല്ലൊരു നമുക്ക് പ്ലസൻ്റ് ആണ് ഇത് കാണുമ്പോൾ തന്നെ. വൈറ്റ് കൂടുതൽ വെയർ ചെയ്യാൻ ആഗ്രഹിക്കാത്ത ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ വൈറ്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഉണ്ട്. വൈറ്റ് ഇടുമ്പോഴത്തേക്ക് നമ്മൾക്കിപ്പോൾ നമ്മുടെ കളർ കുറച്ച് ഡിമ്മായതുവരെ കാണിക്കുമെന്നാണ് പറയുന്നത്, അറിയത്തില്ല. ബട്ട് ഇതൊരു നല്ലൊരു കോമ്പിനേഷനാണ്. കൂടെ തന്നെ ഒരു ദുപ്പട്ടയും കൂടെ വരുന്നുണ്ട്. ദുപ്പട്ടയുടെ പോർഷനിൽ ഇതുപോലെ ഒരു ഹാങ്ങിങ്സും കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ഡിഫറെൻറ്റ് രീതിക്ക് വെയർ ചെയ്യാം. അതുപോലെ തന്നെ ഷോൾ ഇല്ലാതെ നമുക്ക് വെയർ ചെയ്യാം. വർക്കിന് പോകുമ്പോൾ തന്നെ എനിക്ക് വളരെ കംഫർട്ടബിളാണ് ഇത് വെയർ ചെയ്തുകൊണ്ട് പോകാൻ. ഞാൻ എപ്പോഴും ചൂസ് ചെയ്തതെന്ന് പറയുന്നത് കാഷ്വൽ വെയർ ആയിട്ടും അതുപോലെ തന്നെ ഇതിന് സ്പെഷ്യൽ ഒക്കേഷൻ വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റിയ ഡ്രസ്സസാണ് കേട്ടോ ഞാൻ മെയിൻലി സെലക്ട് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ ഡ്രസ്സ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ്. പാൻറ്റ് വരുന്നത് ഒരു പാട്ടിയാല ടൈപ്പ് പാൻറ്റാണ് കേട്ടോ. ഇതിൽ തന്നെ ഡിഫറെൻറ്റ് ബ്രാൻഡസ് ഉണ്ട്. അപ്പോൾ ലിബാസ് എന്ന് പറയുന്ന ബ്രാൻഡാണിത്. ഇതിനൊരു ഡിഫക്റ്റ് എന്ന് പറയുന്നത് വൈറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ഉള്ളിലൊരു ലൈനിങ് പോലെ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ കുറച്ചുകൂടി കംഫർട്ടബിൾ ആകത്തുള്ളൂ. പക്ഷേ ഇതൊരു ട്രാൻസ്പാരൻറ്റ് ടൈപ്പ് ഡ്രസ്സാണ് കേട്ടോ. ഇതിനുള്ളിൽ ലൈനിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല. അതാണ് ഇതിൻ്റെ ഒരു ഡിഫക്റ്റ് എന്ന് പറയുന്നത്. കളർ വൈസ് ആണെങ്കിലും അതുപോലെ മെറ്റീരിയൽ വൈസ് ആണെങ്കിലും വളരെ നല്ലൊരു ഡ്രസ്സാണ്. പിന്നെ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, വൈറ്റ് ആയതുകൊണ്ട് തന്നെ മറ്റ് കളർ ഡ്രസ്സസിൻ്റെ കൂടെ ചേർത്ത് അലക്കാതിരിക്കുക. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. സെക്കൻഡ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ഒരു ബ്ലാക്ക് വിത്ത് വൈറ്റ് കോമ്പിനേഷനുള്ള ഒരു സൽവാർ സ്യൂട്ടാണ്. ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് ബ്ലാക്ക് എന്ന് പറയുന്നത്. ബ്ലാക്ക് വിത്ത് വൈറ്റ് കോംബോ ആണെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കളർ കോമ്പിനേഷൻ ആയിരിക്കും. ഇതും ഞാൻ മേടിച്ചത് മിന്ത്ര എന്ന ഓൺലൈൻ ആപ്പിൽ നിന്നാണ്. അതുപോലെ തന്നെ ഇത് 100% കോട്ടൺ മെറ്റീരിയലാണ്. ഇത് നയോ എന്ന് പറയുന്ന ബ്രാൻഡാണ്. പിന്നെ ഇതും അതുപോലെ വാഷ് ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് കളർ ഫെയ്ഡ് ആവുകയൊന്നും ചെയ്യത്തില്ല. ഇത് വാഷ് ചെയ്തിട്ടൊക്കെയാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഇതൊക്കെ ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാകും ഈ ഡ്രസ്സസ്. അപ്പോൾ ഞാൻ ഒരുപാട് വാഷസിന് ശേഷമാണ് ഇതിപ്പോൾ കാണിക്കുന്നത്. എന്നിട്ടും ഇതിൻ്റെ ഒരു കളർ ഫെയ്ഡ് ഒന്നും സംഭവിച്ചിട്ടില്ല. ഇതിലൊരു ദുപ്പട്ട കൂടെ വരുന്നുണ്ട്. അത് നല്ലൊരു കോമ്പിനേഷനിൽ വരുന്ന ഒരു അടിപൊളി ദുപ്പട്ടയാണ്. ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കോമ്പിനേഷനാണ് കേട്ടോ. അതുപോലെ ഷോളിലൊരു ബോർഡറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഡ്രസ്സിൽ അതുപോലെ ലൈനിങ് കാര്യങ്ങളൊന്നുമില്ല. ഈ ഡ്രസ്സ് പക്ഷേ നമ്മൾക്ക് ട്രാൻസ്പാരൻ്റ് അല്ല, വലിയ ട്രാൻസ്പാരൻസി ഉള്ള ഒരു മെറ്റീരിയലൊന്നും അല്ല. നമ്മൾക്കിപ്പോൾ ഒരു കാഷ്വൽ വെയർ ആയിട്ടും അതുപോലെ തന്നെ ഒക്കേഷൻ വെയർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാം. ഞാൻ വളരെയധികം അങ്ങനെ ഡ്രസ്സസ് ഒരുപാട് അങ്ങനെ സെലക്ട് ചെയ്യുന്ന ആളൊന്നുമല്ല. പക്ഷേ ഞാൻ എപ്പോഴും കളർ കോമ്പിനേഷനും അതുപോലെ എനിക്കിഷ്ടപ്പെട്ട് മാത്രമേ മേടിക്കാറുള്ളൂ. അല്ല, എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ളതാണ് ഈ ഒരു ബ്ലാക്ക് വിത്ത് വൈറ്റ് കോംബോ എന്ന് പറയുന്നത്. ഒരുപാട് എൻക്വയറീസ് എന്ന മറ്റൊരു ഡ്രസ്സാണ് ഇത്. ഞാൻ മേടിച്ചത് ഓൺലൈനിൽ നല്ല, ഇത് മാക്സ് സ്റ്റോറിൽ നിന്നാണ് മേടിച്ചത്. വളരെ ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സാണ്. മാത്രമല്ല ഇതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കളർ വളരെ പ്ലസൻറ്റ് കളറാണ്, പർപ്പിൾ കളറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ള ഒരു കളറാണിത്. ട്രിവാൻഡ്രം ലുലുവിൽ പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മാക്സ് ഔട്ട്ലെറ്റിൽ നിന്ന് മേടിച്ചതാണ്. ഇതും കുറച്ച് ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഡ്രസ്സ് തന്നെയാണ്. ഏറ്റവും കൂടുതൽ ഓഫീസ് വെയർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഡ്രസ്സാണിത്. പിന്നെ എനിക്ക് കോട്ടൺ ഡ്രസ്സാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം, പ്രത്യേകിച്ച് കോട്ടൺ കുർത്ത സെറ്റ്സൊക്കെ. അപ്പോൾ ഞാൻ പക്ഷേ എനിക്ക് ഇങ്ങനത്തെ ഷർട്ട് കോളർ വരുന്ന ഡ്രസ്സസ് ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് ഞാൻ മേടിച്ചൊരു ഡ്രസ്സാണ് ഇത് മാക്സ് സ്റ്റോറിൽ നിന്ന്. ഇത് മാക്സിൻ്റെ ഓൺലൈൻ ഷോപ്പിൽ ഇത് അവൈലബിൾ ആണെന്ന് തോന്നുന്നു. ടോപ്പ് ടു ബോട്ടം ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ബട്ട് ഇതൊരു ഷോ ബട്ടൺ ആണ്. ഇത് ഓപ്പണബിൾ അല്ല. മുകളിലത്തെ ഫസ്റ്റ് ബട്ടൺ മാത്രമാണ് ഓപ്പണബിൾ, ബാക്കിയൊന്നും ഓപ്പണബിൾ അല്ല. അങ്ങനെ നമുക്ക് ഓപ്പൺ ചെയ്ത് വേറെ ആവുന്ന ഒരു ഷർട്ട് രീതിക്കുള്ളതല്ല, ജസ്റ്റ് ഒരു ഷോ ബട്ടൺസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് ലവ് ലാപ്പിൻ്റെ
അഡോർ ഇലക്ട്രിക് ബ്രസ്റ്റ് പമ്പാണ്. ഒരുപാട് അമ്മമാർ ആഫ്റ്റർ ഡെലിവറി 6 മന്ത്സിന് ശേഷം ജോലിക്ക് കയറുന്നവരുണ്ട്. അവർക്കെല്ലാവർക്കും വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. ഇതെങ്ങനെയാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് ഞാൻ വീഡിയോ കാണിച്ചു തരാം. ഇതാണ് ലവ് ലാപ്പിൻ്റെ അഡോർ ഇലക്ട്രിക് ബ്രസ്റ്റ് പമ്പ് വിത്ത് LCD ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ. LCD ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേയോട് കൂടിയാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് കിട്ടുന്നത് നോക്കാം. ആദ്യം തന്നെ ഇതിൽ വരുന്നത് ഒരു ബ്രസ്റ്റ് പമ്പ് വിത്ത് ഇലക്ട്രിക് യൂണിറ്റ് ആണ്. ഇതാണ് അത്. സെക്കൻഡ് വൺ എന്ന് പറയുന്ന ഒരു സിലിക്കൺ ട്യൂബാണ്. അപ്പോൾ ഈ ട്യൂബ് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ മിൽക്കൊക്കെ പമ്പ് ചെയ്തെടുക്കുന്നത്. ഇവിടെ ഒരു കണക്ഷൻ കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു പാഡിൽ ഒരു കണക്ഷൻ കൊടുക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സിലിക്കൺ ട്യൂബ് വരുന്നത്. പിന്നെ ഒരു ഡസ്റ്റ് പ്രൊട്ടക്ഷൻ ക്യാപ്പ് വരുന്നുണ്ട്. അതായത് നമ്മളിത് യൂസ് ചെയ്യാത്ത സമയത്ത് നമ്മൾക്ക് ഈ ഒരു മസാജ് ക്യൂഷൻ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടാണ് ഈ ഒരു ക്യാപ്പ് വരുന്നത്. അതുപോലെ തന്നെ ഇതിലൊരു എക്സ്ട്രാ ഡയഫ്രം കൂടെ വരുന്നുണ്ട്. ഒരു ഡക്ക് ബിൽ വാൽവും ഉണ്ട്. ഇതാണ് എക്സ്ട്രാ ഡയഫ്രം എന്ന് പറയുന്നത്. ഇവിടെ ഈ ഒരു സക്കിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സ്ട്രാ ഡയഫ്രം എന്ന് പറയുന്നത്. അതും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതാണ് ഡക്ക് ബിൽ വാൽവ്. ഈ ഒരു വാൽവ് ഓൾറെഡി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വേറൊരെണ്ണം കൂടെ അവർ എക്സ്ട്രാ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അടുത്തത് ഈ ഒരു അഡാപ്റ്ററാണ്. കേബിൾ അഡാപ്റ്റർ വെച്ചിട്ടാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ സ്റ്റോർ ചെയ്ത മിൽക്ക് ഇതിൽ തന്നെ നമ്മൾക്ക് ഇപ്പോൾ ഇതിൽ നിന്നാണ് സ്റ്റോർ ചെയ്തെടുക്കുന്നത്. മസാജ് കുഷൻ യൂസ് ചെയ്ത് സ്റ്റോർ ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഫീഡിങ് ബോട്ടിലിനകത്ത് മിൽക്ക് സ്റ്റോർ ആകുമ്പോൾ നമ്മൾക്കിത് ഈ ബോട്ടിൽ തന്നെ കുട്ടിക്ക് ഫീഡ് ചെയ്യാനായിട്ട് ഒരു എക്സ്ട്രാ നിപ്പിളും അതിനനുസരിച്ചുള്ള ഒരു ക്യാപ്പും കൂടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫീഡിങ് ബോട്ടിലായിട്ടും യൂസ് ചെയ്യാം. പിന്നെ ഈസി ക്യാരിങ്ങിന് വേണ്ടിയിട്ട് ഒരു ട്രാവൽ പൗച്ച് കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. LCD ടച്ച് ഡിസ്പ്ലേയോട് കൂടി വരുന്ന ലവ് ലാപ്പിൻ്റെ അഡോർ ഇലക്ട്രിക് ബ്രസ്റ്റ് പമ്പിന് 2 മോഡ്സ് ആണുള്ളത്. അതിൽ ഒരെണ്ണം സ്റ്റിമുലേഷന് വേണ്ടിയിട്ടും ഒരെണ്ണം എക്സ്പ്രഷന് വേണ്ടിയിട്ടുമാണ്. 9 ലെവൽസ് ആണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ പ്ലസ് ടച്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഡിഫറെൻറ്റ് ലെവൽ മോഡ്സ് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ഇതിൽ ഈ ഒരു സിമ്പിൾ ടച്ച് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾക്ക് എക്സ്പ്രഷൻ ഓഫ് മിൽക്കാണ്, അതായത് ബ്രസ്റ്റ് മിൽക്ക് എക്സ്പ്രസ് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് ഈ ഒരു സ്വിച്ച് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ മസാജ് കുഷൻ യൂസ് ചെയ്തിട്ട് നല്ലൊരു കംഫർട്ടബിൾ സിറ്റിംഗ് പൊസിഷനിൽ ഇരുന്നിട്ട് ബ്രസ്റ്റ് മിൽക്ക് എക്സ്പ്രസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിലൊരു സക്ഷൻ പോലെ ഒരു സിസ്റ്റമാണ് കേട്ടോ. ഈ ഒരു ഫ്ലിപ്പ് ഫ്ലാപ്പ് മോഡ് കണ്ടോ, ഈ ഒരു മോഡിലാണ് നമ്മൾക്ക് ആ ഒരു സക്ഷൻ ചെയ്തെടുക്കുന്നത്. ഇനി അറിയേണ്ട കാര്യം, ബ്രസ്റ്റ് മിൽക്ക് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ നോർമൽ ടെമ്പറേച്ചർ ആണെങ്കിൽ അപ് ടു 4 hours നമ്മൾക്ക് റൂം ടെമ്പറേച്ചറിൽ ബ്രസ്റ്റ് മിൽക്ക് സ്റ്റോർ ചെയ്യാം. ബ്രസ്റ്റ് മിൽക്ക് സ്റ്റോർ ചെയ്യാൻ സെപ്പറേറ്റ് ബാഗ്സ് അവൈലബിൾ ആണ്, അതിൽ സ്റ്റോർ ചെയ്യാം. ഇപ്പോൾ നമ്മൾ കുട്ടിയുടെ ഫീഡിംഗ് ബോട്ടിലാണ് സ്റ്റോർ ചെയ്യണമെങ്കിൽ 4 മണിക്കൂറിന് ശേഷം നമുക്കത് ആ ബ്രസ്റ്റ് മിൽക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അത് എടുക്കരുത്, കുട്ടികൾക്ക് കൊടുക്കരുത്. ഇനി റെഫ്രിജറേറ്ററിലാണെങ്കിൽ നമ്മൾക്ക് ബ്രസ്റ്റ് മിൽക്ക് ഏകദേശം ഒരു 24 hours സ്റ്റോർ ചെയ്യാം. അതുപോലെ ഫ്രീസറിൽ 3 months, അതായത് 3 മാസത്തോളം സ്റ്റോർ ചെയ്യുന്നവരുണ്ട്. അതുപോലെ സ്റ്റോർ ചെയ്ത് ബ്രസ്റ്റ് മിൽക്ക് ഡൊണേറ്റ് ചെയ്യുന്നവരൊക്കെ ഉണ്ട് ഇപ്പോൾ. പിന്നെ ഈ ബ്രസ്റ്റ് മിൽക്ക് നമ്മൾ കുട്ടിക്ക് കൊടുക്കുമ്പോഴത്തേക്കും അത് പുറത്തിറക്കി റൂം ടെമ്പറേച്ചറിലാക്കി ആ ഒരു നോർമൽ രീതിക്ക് വേണം കൊടുക്കാൻ, അല്ലാതെ ഈ തണുപ്പിച്ച രീതിക്ക് കൊടുക്കാൻ പറ്റത്തില്ല. ഹൈജീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കുട്ടികൾക്ക്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നെക്സ്റ്റ് ഞാൻ മേടിച്ചത് സെയിം മിന്ത്ര ഓൺലൈൻ ആപ്പിൽ നിന്നുള്ള ഡ്രസ്സാണിത്. സ്കൈ ബ്ലൂ കളർ എന്നൊക്കെ പറയാൻ പറ്റത്തില്ല, അതിൽ ബ്ലൂ ഷെയ്ഡ് എന്നാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. കളർ കോമ്പിനേഷൻ എന്ന് പറയുന്ന ഒരു സ്കൈ ബ്ലൂ കളർ കോമ്പിനേഷൻ വിത്ത് ഒരു നേവി ബ്ലൂ കളർ സ്ട്രൈപ്സ് ആണ് വരുന്നത്. പിന്നെ ഒരു വൈറ്റ് പീക്കോക്ക് ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. പീക്കോക്ക് വിത്ത് പിന്നെ ഒരു ഫ്ലോറൽ ഡിസൈൻസ് ഒക്കെ ഉണ്ട് ഇതിൽ. വളരെ നല്ലൊരു പ്ലസൻറ്റ് കളറാണ്. പ്ലസൻറ്റ് എന്ന് വെച്ചാൽ പേസ്റ്റൽ ഷെയ്ഡിൽ വരുന്ന ഒരു കോമ്പിനേഷനാണ് കേട്ടോ ഇത്. ഇതിപ്പോൾ ഞാൻ ഈ ഡ്രസ്സ് ഒരു 2 years ആയിട്ടുണ്ടാവും, പക്ഷേ ഇതുവരെ കളർ ഫെയ്ഡ് ആവുകയോ അങ്ങനെ ഒന്നും ചെയ്തില്ല. അപ്പോൾ അതുപോലെ പ്രിൻറ്റ് പോലും പോയിട്ടില്ല. 2 years ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നു. ഫ്രം എൻ്റെ ഇൻറ്റേൺഷിപ്പ് തൊട്ട് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ ഓഫീസ് വെയർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഡ്രസ്സാണ്. ഇതിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് പറയുന്നത്, എനിക്കിത് ഹൈ നെക്കാണ് വരുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഫുൾ കവറേജ് വരുന്ന നെക്കാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇതിൻ്റെ പാൻറ്റ് പാട്ടിയാല ടൈപ്പാണ്. ഫ്രം ടോപ്പ് ടു ബോട്ടം ഷോ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫസ്റ്റ് 2 buttons മാത്രമാണ് ഓപ്പണബിൾ, ബാക്കിയൊന്നും ഓപ്പണബിൾ അല്ല. പിന്നെ ഈ ഡ്രസ്സിലും അതുപോലെ തന്നെ ലൈനിങ് ഒന്നുമില്ല. പക്ഷേ ഇത് ഒട്ടും ട്രാൻസ്പാരൻറ്റ് ഡ്രസ്സല്ല. മിന്ത്ര ഓൺലൈൻ പേജിൽ നിന്ന് വിശുദ്ധ് എന്ന ബ്രാൻഡാണ്. അടുത്ത ഏറ്റവും അത് എനിക്ക് വരുന്ന ഡ്രസ്സാണ് ഈ ഡ്രസ്സ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഞാൻ 2 years ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഈ ബ്ലാക്കിൻ്റെ കൂടെ തന്നെ യെല്ലോ, റെഡ്, വൈറ്റ് ഷെയ്ഡ്സുള്ള ഡിസൈൻ വരുന്നുണ്ട്.
ഇത് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സാണ്. ഇതും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഓൺലൈൻ ഷോപ്പിൽ നിന്ന് മേടിക്കുമ്പോഴത്തേക്കും ലൈനിങ്ങോട് കൂടിയാണ് ഈ ഡ്രസ്സസ് വരുന്നത്. ലൈനിങ് ഇതിലുമില്ല. പക്ഷേ ഇത് ഒട്ടും ട്രാൻസ്പാരൻ്റ് അല്ലാത്തൊരു ഡ്രസ്സാണ്. ഇത് നല്ല കംഫർട്ടബിളാണ് വെയർ ചെയ്യാൻ. ഇത് 100% കോട്ടൺ ആണ്. ഇതൊരു ടോപ്പ് ആൻഡ് ബോട്ടം ആയിട്ടാണ് വരുന്നത്. ഇതിൻ്റെ പാൻറ് എന്ന് പറയുന്നത് പലാസോ ടൈപ്പ് പാൻറ് അല്ല, സാധാ ഒരു കോട്ടൺ പാൻറ് പോലെ സിഗരറ്റ് ടൈപ്പ് പാൻറ്റാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വന്നിട്ടുള്ള ഈ ഡ്രസ്സാണ്. ഇത് ഒരു കോമ്പിനേഷൻ ആയതുകൊണ്ടാവും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട ഡ്രസ്സാണിത്. ഇത് മിന്ത്രയിലെ സംഗ്രിയ എന്നുള്ള ബ്രാൻഡാണിത്. ഇത് ഞാൻ മേടിച്ച സമയത്ത് ഒരു 500 റുപ്പീസാണ്. പറഞ്ഞ ആരും വിശ്വസിക്കത്തില്ല, ഇത് 500 റുപ്പീസാണ്. പിന്നെ ഡ്രസ്സസിനൊക്കെ ഒരുപാട് അങ്ങനെ പ്രൈസ് കൊടുത്ത് കാശ് കൊടുത്ത് ഭയങ്കര ഓവർ നല്ല കൂടിയ ബ്രാൻഡായിട്ടുള്ളത് മേടിക്കാൻ ആഗ്രഹിക്കാത്തൊരു വ്യക്തി ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു റേഞ്ചിൽ എപ്പോഴും സെലക്ട് ചെയ്യുന്നത്. എപ്പോഴും എൻ്റെ ഡ്രസ്സസ് എടുക്കുമ്പോൾ ഞാൻ ഒരു 500 to 1500 അകത്തുള്ള ഡ്രസ്സസ് മാത്രമേ ഞാൻ എപ്പോഴും മേടിക്കാറുള്ളൂ. പിന്നെ എൻ്റെ കംഫർട്ടബിലിറ്റിയും അതുപോലെ മെറ്റീരിയൽ കാര്യങ്ങളൊക്കെ റീഡ് ചെയ്തിട്ടേ ഞാൻ എപ്പോഴും മേടിക്കാറുള്ളൂ. പിന്നെ ഡ്രസ്സസ് സെലക്ട് ചെയ്യുമ്പോൾ ഓരോരുത്തർ ഇഷ്ടമാണല്ലേ, നമ്മളിപ്പോൾ എത്ര പ്രൈസ് റേഞ്ചിൽ എടുക്കണം, അതുപോലെ തന്നെ എങ്ങനെ എടുക്കണം, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ കാര്യമാണ് കേട്ടോ പറഞ്ഞത്. നെക്സ്റ്റ് എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഡ്രസ്സാണിത്. ഇത് ഒരു ബ്ലൂ കളർ, ഒരു നേവി ബ്ലൂ കളർ കുർത്ത സെറ്റാണ്. ഇതും 100% പ്യുവർ കോട്ടൺ ആണ്. ഈ ഡ്രസ്സിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈനിങ് കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇത് ട്രാൻസ്പാരൻറ്റ് ഫ്രീ ആണ്. ഇതും ഒട്ടും ട്രാൻസ്പാരൻസി ഇല്ലാത്തൊരു ഡ്രസ്സാണ്. ഇത് നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത്. അതുപോലെ തന്നെ അതിൽ ചെറിയ വൈറ്റ് ഡിസൈൻസും കൊടുത്തിട്ടുണ്ട്. ദുപ്പട്ടയിൽ അതുപോലെ തന്നെയാണ് ബോർഡറിൽ ഈ ഒരു ഡിസൈൻസും കൊടുത്തിട്ടുണ്ട്. ഒരു പാർട്ടിയിലെ ടൈപ്പ് പാൻറ്റാണ് വരുന്നത്. മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ സ്ലീവ്സ് ആണ് കേട്ടോ. 3/4 സ്ലീവ് വരുവാണെങ്കിൽ ഈ ഒരു സ്ലീവ് കണ്ടോ, ഈ ഒരു പാറ്റേൺ ആണ്. വൈറ്റ് സ്ലീവ് പോലെയാണ് വരുന്നത് എൻഡിൽ വന്നിട്ട്. ഇതും ലിബാസ് എന്ന് പറയുന്ന ബ്രാൻഡാണ്. ഇതും ഞാൻ മിന്ത്രയിൽ നിന്ന് മേടിച്ചതാണ്. ഈ ഡ്രസ്സ് ഏറ്റവും കൂടുതൽ എൻക്വയറി വന്ന ഡ്രസ്സാണ്. ഇതിൻ്റെ പ്രത്യേകത ഒരു ക്രീം കളറാണ്, അതായത് ഒരു സ്കിൻ കളർ ടോണിലാണ് ഈ ഡ്രസ്സ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൽ ഒരു ത്രെഡ് വർക്കാണ് വരുന്നത്. അതിൻ്റെ ഒരു നെക്ക് പോർഷൻ ആണെങ്കിൽ സ്ലീവ്സിലും അതുപോലെ ത്രെഡ് വർക്കാണ് വരുന്നത്. ത്രെഡ് ഫ്ലോറൽ വർക്കാണ്. അതുപോലെ പാൻസിൻ്റെ ബോർഡറിലും ഒരു ത്രെഡ് വർക്കാണ് വരുന്നത്. ഇതിൻ്റെ കൂടെ പാട്യാല സ്റ്റൈൽ പാൻറ്റാണ് വരുന്നത് വിത്ത് ഒരു ത്രെഡ് ഫ്ലോറൽ വർക്ക് ബോർഡറോടുകൂടി. ഈ ഡ്രസ്സിൻ്റെ ദുപ്പട്ടയാണ് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഒരു ബ്യൂട്ടിഫുൾ ഫ്ലോറൽ റോസിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ഫ്ലോറൽ ഒരു പ്രിൻ്റോടുകൂടിയാണ് വരുന്നത്. അതിൻ്റെ മെറ്റീരിയൽ തന്നെ ഈ ഒരു മെറ്റീരിയലിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആണ്. ഇതൊരു കോട്ടൺ മെറ്റീരിയൽ ഡ്രസ്സല്ല, കോട്ടൺ വിത്ത് ഒരു സംവാട്ട് ഒരു ജോർജറ്റി ടൈപ്പ് പോലെ വരുന്ന ഒരു ഡ്രസ്സാണ് കേട്ടോ. ഈ ഡ്രസ്സ് ഞാൻ അങ്ങനെ ഓഫീസിൽ കൂടുതൽ അങ്ങനെ യൂസ് ചെയ്യാറില്ല. പക്ഷേ നമുക്ക് വേണമെങ്കിൽ ഇത് വെയർ ചെയ്യാം, പക്ഷേ ഇത് ഞാൻ അതേ യൂസ് ചെയ്യാറില്ല. വേറെ കുറേ ദിവസങ്ങളിൽ ഞാൻ ഇതുപോലുള്ള പ്യൂർ കോട്ടൺ ഡ്രസ്സസ് ആയിരിക്കും വെയർ ചെയ്യുന്നത്. മിക്കപ്പോഴും ഹൈ നെക്ക് ഡ്രസ്സസ് ആയിരിക്കും. പിന്നെ ഈ ഡ്രസ്സ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ സ്പെഷ്യൽ ഒക്കേഷൻസിനൊക്കെ വെയർ ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു കുർത്ത സെറ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഡ്രസ്സ് കളക്ഷൻസ്. അപ്പോൾ നിങ്ങൾ ചോദിച്ച ഡ്രസ്സസ് ഇൻക്ലൂഡ് ചെയ്ത് മാത്രമാണ് കേട്ടോ ഞാനൊരു വീഡിയോ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കിതിൽ ഏതൊക്കെ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടു, മാത്രമല്ല ഈ ഡ്രസ്സസിൻ്റെ ലിങ്ക് എന്ന് പറയുന്നത് ഞാൻ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സൊക്കെ അതിൽ കമൻറ്റ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.